കാസർകോട്ടേക്കാണ്. അവിടെ 4-ാം മൈലിൽ കാറിൽ ടിപ്പർ ലോറി ഇടിച്ച് പോലീസുകാരനു ദാരുണാന്ത്യം. ബേക്കൽ ഡിവൈഎസ്പിയുടെ ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗം സജീഷ് ആണ് മരിച്ചത്. പുലർച്ചെ മയക്കുമരുന്ന് കേസിലെ അന്വേഷണത്തിനിടെയാണ് ഈ അപകടമുണ്ടായത്. ഇവര് അണ്ടർപാസിന്റെ അടിയിൽ കൂടി ഇവര് വന്നതാണ്. കാറ് നേരിട്ട് ടിപ്പർ അങ്ങനെ വരുന്നുണ്ടായി. അപ്പം ഈ കുറച്ചുകൂടി മുമ്പോട്ടെടുത്തു. ഈ കാറ് മുമ്പോട്ടെടുത്തതിന് ശേഷം ഇടിച്ച് ഒരു 10 മീറ്ററോളം മുമ്പോട്ട് കൊണ്ടുവന്നത്. ഐഡി കൊണ്ട ഭാഗത്തുണ്ടായ ആളാണ് മരിച്ചത്. അത് ആ ഇടീൻ്റെ വേഗത്തിൽ ഞങ്ങൾ അപ്പോൾ എന്തെങ്കിലും അറ്റാക്ക് സംഭവിച്ചായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായി. നല്ല ഇപ്പം അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കാറിൽ കയറ്റി ഡ്രൈവർ ഇറക്കിയിട്ട് ആ സൈഡ് ഡോർ തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡ്രൈവർ ഇറക്കിയിട്ട് മറ്റേ സൈഡ് കൂടി ഇറക്കിയിട്ട് കാറിലിട്ട് ഇവരെ ഹോസ്പിറ്റലിൽ അടുത്ത് തന്നെ അല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ് എന്നൊന്നും പറയാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുകയായിരുന്നു അവർ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ഇതിലൊരു ഏതെങ്കിലും തരത്തിലുള്ളൊരു സംശയത്തിന്റെ ഒരു ഇതുണ്ടോ? ഇതിൽ നമുക്കത് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു. സ്മിത ഹാഷ്മി, അപകടമാണ്. അതായത് ഇന്ന് പുലർച്ചെ 2:45 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. നമുക്ക് ശുഭകരമായ വാർത്തയല്ല, രാവിലെ തന്നെ സങ്കടകരമായ ഒരു വിവരമാണ് പുറത്തു വന്നത്. രാവിലെ 5 മണിയോട് കൂടിയാണ് നമുക്ക് ഈ വിവരം ലഭിക്കുന്നത്. അത് പുലർച്ചെ 2:45 കൂടി ബേക്കൽ ഡിവൈഎസ്പിയുടെ സ്ക്വാഡിലുള്ള, അതായത് ഡാൻസ് ഓഫ് സ്ക്വാഡിലുള്ള 2 പോലീസുകാരാണ് സജീഷും സുഭാഷ് ചന്ദ്രനും ഈ മാരുതി കാറിൽ, ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മാരുതി ആൾട്ടോ കാറിലാണ് ഈ MDMA കേസുമായ അന്വേഷണത്തിനായി വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് എത്തുന്നത്. അതായത് ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. ഇവിടെ NH 66 NH 66 താഴെയുള്ള സർവീസ് റോഡിലാണ് ഈ അപകടം നടക്കുന്നത്. അത് 4-ാം മൈലാണ്. 4-ാം മൈലിന് ഈ NH 66 അടിയിലൂടെയുള്ള അണ്ടർപാസിൽ കൂടി ഈ കാറ് കാസർഗോഡ് ഭാഗത്തേക്ക് തിരിയുകയായിരുന്നു. ആ സമയത്താണ് അമിത വേഗതയിൽ ഒരു ടിപ്പർ ലോറി എത്തിയത്. ആ ടിപ്പർ ലോറി കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. കാറിൻ്റെ അതായത് ഇടത് സൈഡ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇടത് ഭാഗത്തായിരുന്നു ഈ സജീഷ് ഇരുന്നിരുന്നത്. 42 വയസ്സാണ്. അദ്ദേഹത്തിന് അപ്പോൾ തന്നെ മരണം സംഭവിച്ചു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. സുഭാഷാണ് വണ്ടി ഓടിച്ചത്. സുഭാഷിനെ ഇപ്പോൾ ആദ്യം ഈ EK നയനാർ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ദാരുണമായ സംഭവമാണ്. രാവിലെ തന്നെ നമ്മൾ കേട്ടത് സങ്കടകരമായ വിവരമാണ്. പോലീസുകാരന് 2 പോലീസുകാരാണ്. അവർ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുകയായിരുന്നു. MDMA കേസുമായി ബന്ധപ്പെട്ട് അവർ ഇവിടേക്ക് എത്തിയതായിരുന്നു. ആ സമയത്താണ് ഈ അപകടം ഉണ്ടാവുന്നത്. സ്മിത ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.